തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ പൂന്തോട്ടങ്ങളിലും വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു ജീവിയുണ്ട്, മിന്നാമിനുങ്ങ്. എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു പ്രകാശം അതെന്നെ ഒത്തിരിയായിട്ട് അതിൻ്റെ പിറകെ പോകാനായിട്ട്, ഒരുപക്ഷെ അതിനെ പിടിക്കാനായിരിക്കാം, അതിനെ പിടിച്ച് കൈവെള്ളയിൽ സൂക്ഷിക്കാനായിരിക്കാം. അങ്ങനെ നമ്മുടെ കണ്ണുകൾക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഈ ഒരു കൊച്ചു ജീവിയുടെ ആകെയുള്ള ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 2 ആഴ്ചയാണ്. പക്ഷേ ഈ ഒരു കൊച്ചു പ്രാണി നമ്മുടെ പൂന്തോട്ടങ്ങളിലും വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ പാറിപ്പറന്ന് നടക്കുമ്പോൾ അതിനെ കാണാൻ നമുക്കെപ്പോഴും ഒരു കൗതുകമാണ്. അതിൻ്റെ പ്രകാശം കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒത്തിരിയേറെ സന്തോഷമാണ്. സ്നേഹമുള്ളവരെ, ദൈവം നൽകിയ ആ ഒരു കൊച്ചു കഴിവ് അത് അനേകരുടെ കണ്ണുകൾക്ക് സന്തോഷമേകാനായിട്ട്, അനേകരുടെ ഹൃദയത്തിന് സന്തോഷമേകാനായിട്ട്, താൻ പോകുന്ന ഇടങ്ങളിലൊക്കെ തൻ്റെ ആ ഒരു പ്രകാശം പ്രതിഫലിപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ ജീവിത കാലഘട്ടത്തിനുള്ളിലും ദൈവം നൽകിയ കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ആ ഒരു കൊച്ചു പ്രാണി തന്നാലാവും വിധം പരിശ്രമിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്രമാത്രം കഴിവുകളാണ് സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കഴിവുകൾ എൻ്റേതായിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് മാത്രമാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? അതോ ഈ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടെന്നും ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ എൻ്റെ ഈ കഴിവുകളും എൻ്റെ ഈ ദാനങ്ങളും എൻ്റെ ഈ സർവ്വസിദ്ധികളും അനേകരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അനേകർക്ക് സന്തോഷം പകർന്നു കൊടുക്കുന്ന രീതിയിൽ, അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിക്കുന്ന രീതിയിൽ, അനേകരെ ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ നാം ഓരോരുത്തരും ഉപയോഗിക്കാൻ തയ്യാറായാൽ ഈ ലോകം എത്ര സുന്ദരമാകും. ഈ ലോകത്തിലെ ജനങ്ങൾ എത്രമാത്രം നന്മ ഓരോരുത്തരും അനുഭവിക്കാൻ തുടങ്ങും. ഈ ഒരു കൊച്ചു പ്രാണിയിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു പാഠം ഉൾക്കൊള്ളാം. ഞാൻ എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടുവോ അത് ആ സർവശക്തനായ ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിക്കാനാണ്. അനേകർക്ക് നന്മ ചെയ്യാൻ, അനേകർക്ക് സന്തോഷം പകരാൻ, അനേകർക്ക് ഹൃദയത്തിൽ ആനന്ദം പകരാൻ നമ്മുടെ ഓരോ കൊച്ചു പ്രവർത്തനങ്ങളും, നമ്മുടെ ഓരോ കൊച്ചു കൊച്ചു കഴിവുകളും ഉപകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.